ഓർമ്മയിലെന്നും MT വാസുദേവൻ നായർ. രസതന്ത്രത്തിൽ ബിരുദമെടുത്ത ഒരാൾ പിന്നീട് മലയാള സാഹിത്യത്തിന്റെ രസതന്ത്രത്തിന്റെ നാനാ വഴികളിലൂടെ നാം ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തിയതിന്റെ ഓർമ്മകൾ തുടരുന്നു. വളർത്തുമൃഗങ്ങളിൽ പാട്ടെഴുതിയ കഥ, അപ്പോൾ ഇങ്ങനെ ശുഭരാത്രി എന്ന് വെച്ചാൽ ഊരുതൊണ്ടുമൊരു ഏകാന്ത പഥികന് കാവൽ നിൽക്കും താരസഖികളെ നിങ്ങൾക്ക് നന്ദി എന്നൊക്കെയുള്ള വരികളാണ്. അപ്പോൾ അത് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതെൻ്റെ ഒരു മേഖലയല്ല. നമുക്ക് തോന്നുമല്ലോ എന്താണ് പിന്നെ MT സാറ് പാട്ട് എഴുതാഞ്ഞതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഒരു മേഖലയല്ല, എനിക്കിഷ്ടമുണ്ട്, കവിതയായിരുന്നു. അപ്പോൾ കുറേ അക്കിത്തത്തിനെ പറ്റിയിട്ട് പറഞ്ഞു. കവിത എഴുതണം എന്നുള്ളതായിരുന്നു ആഗ്രഹം എന്ന് പറഞ്ഞു. പക്ഷെ അതെൻ്റെ മേഖലയല്ല. ഇത് ഒരു സിനിമ തുടങ്ങുന്ന സമയമായിട്ട് ഇപ്പോൾ എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം, നിങ്ങളും ഇപ്പോൾ നമ്മൾ പാട്ട് എഴുതുന്ന സമയത്ത് ചിലപ്പോൾ അത് ശരിയാവാത്ത വരും. ഇതൊരു വൈബിലാണല്ലോ വരുന്നത്. അങ്ങനെ ഒരു ഗാനരചയിതാവ് തുടങ്ങി അത് ശരിയാവാത്തൊരവസ്ഥ വന്നു. ഷൂട്ട് തുടങ്ങുമായി. അങ്ങനെ രണ്ടും കൽപ്പിച്ചിട്ടാണ് അതിലെ 4 പാട്ടുകൾ എഴുതിയത് എന്ന് തോന്നുന്നു. ഒരു മുറി കണ്ണാടി ഗംഭീര പാട്ടാണ്. ഇതന്നെ എന്ത് ഗംഭീര പാട്ടാ. ഈ ശുഭരാത്രി എന്ന് പറയുന്ന പാട്ടില് പകലുകൾ വെള്ളിൽ പറവകൾ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് മുടിയഴിച്ച തന്ത്രികൾ, അതെ, മുടിയഴിച്ച മറ്റേ വേഷക്കാരൻ സ്വപ്നം തേടി ഉറങ്ങി. MB ശ്രീനിവാസൻ MT സാറിന്റെ ഹോളിഡേ സോങ്സ് വളർത്തുമൃഗങ്ങൾ ഇത് ഇടവഴിയിൽ പൂച്ചമുണ്ടാപ്പത് വിശ്വമഹാക്ഷേത്രം സോങ് ഇത്. പിന്നെ പക്ഷെ അന്ന് എനിക്ക് ചോദിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. അന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല സത്യത്തിൽ. ഈ എവിടെയോ ഒരു ശത്രു എന്ന് പറയുന്ന സിനിമയില് ഒരു പാട്ട് MT സാർ എഴുതിയിട്ടുണ്ട്. ഹരിഹരൻ സാറിന്റെ സിനിമ തന്നെയാണ്, 82-ലൊറ്റെന്ന് തോന്നുന്നു. അതല്ലേ 7ാമത്തെ വരവ് എന്ന് പറഞ്ഞ് പിന്നീട് വന്ന പടം. എവിടെയോ ഒരു ശത്രു സുകുമാരനും കേട്ട് ഷൂട്ട് ചെയ്ത് വേണുഗോപാൽ സാറും ആരുമായിട്ട് ചെയ്തിട്ട് പിന്നീട് അത് 7ാമത്തെ വരവ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അല്ല, അന്ന് നിൽക്കുന്നതിന് മുമ്പേ MB ശ്രീനിവാസൻ സാറ് പൊന്നില്ലാതെ പൂവില്ലാതെ വന്നതിന് മാപ്പ് തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഹരൻ സാറിൻ്റെ ഏതൊരു ഇന്റർവ്യൂല് കണ്ടിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ പാട്ട് പ്രേമികളായിട്ടുള്ള നമ്മുടെ അവിടെ ഉണ്ടല്ലോ ഒരുപാട് പാട്ടിന്റെ കളക്ഷനുള്ള ഒരുപാട് പേരോട് ചോദിച്ചു, ആരുടെ അടുത്ത് ഈ പാട്ട് ഇല്ല, ഇത് റെക്കോർഡ് ചെയ്ത് എവിടെയാണ് എന്നുള്ളത് അറിയില്ല. അങ്ങനെ ഒരു പാട്ട് കൂടി അദ്ദേഹത്തിന്റെ ഉണ്ട്. അല്ല, അതിന്റെ ഫുട്ടേജും ഇല്ല എന്നാണ് ഞാൻ ഞങ്ങള് ഈ 7ാമത്തെ വരവ് ചെയ്തതിന് മുമ്പേ സാറ് പറഞ്ഞിരുന്നു ആ ഷൂട്ട് ചെയ്ത് ഫിനിഷ് ദ ഫിലിം അവർക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഹരിനാരായണൻ കഥ പറഞ്ഞല്ലോ, ഹരിനാരായണനെ പരിചയപ്പെടുത്തി തന്ന ഒരാളെ കുറിച്ച്. അങ്ങനെ ഈ MT സാറിനെ പരിചയപ്പെട്ടിട്ടുള്ള പലരും, ഇപ്പം പതഞ്ജലി ജ്യോതിഷാണെങ്കിലും ശരി, ഇവരുടെയൊക്കെ പറയുന്ന ഒരു പേരാണ് ഈ പെപ്പിൻ തോമസ്. കറണ്ട് ബുക്സിന്റെ പ്രധാനിയായിട്ടുള്ള ആളാണ്. ഇപ്പോൾ അദ്ദേഹം MT സാറിനെ കുറിച്ച് ശ്രീ പെപ്പിൻ തോമസ് ഓർക്കുന്നു. MTയും ഞാനും തമ്മിലുള്ള ബന്ധം, എൻ്റെ അപ്പൻ കറണ്ട് തോമസ് എന്ന് പറഞ്ഞ തോമസ് മുണ്ടശ്ശേരിയുടെ കൂടെയാണ് അപ്പനും MTയും ഒരുമിച്ച് വളർന്നു വന്നത്. MTയുടെ 4 കെട്ട് ആദ്യമായി 1958 ഈ തോമസ് മുണ്ടശ്ശേരിയാണ് പബ്ലിഷ് ചെയ്യുന്നത്. അന്ന് മുതലാണ് കറണ്ട് ബുക്സായിട്ടുള്ള ബന്ധം. അതിൻ്റെ തുടർച്ചയായി ഞാനും കറണ്ട് ബുക്സിൻ്റെ ിലേക്ക് വന്നപ്പോൾ എൻ്റെ ഫാദറിൻ്റെ മരണശേഷം MT സാറായിട്ട് അത്രയും അടുപ്പത്തിൽ വന്നു. പുസ്തക പ്രസാധകനും എഴുത്തുകാരനും പോലെയൊരു ബന്ധമല്ലായിരുന്നു, ഒരു അച്ഛനും മകനും പോലെയൊരു ബന്ധമായിരുന്നു എനിക്ക്. ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ട്, ഒരുമിച്ച് അദ്ദേഹം എഴുതുമ്പോൾ അതിന് കൂടെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ വളരെ അടുപ്പമായിരുന്നു. യാത്രകളിൽ പലർക്കും ലഭ്യമല്ലാത്ത പല കാര്യങ്ങൾക്കും എനിക്ക് ഭാഗ്യം കിട്ടി. ദൂരയാത്രകൾ, സ്പെയിൻ, ഇംഗ്ലണ്ട്, അയർലൻഡ്, അതുപോലെ തന്നെ കപ്പലിൽ യാത്ര ചെയ്യുക, അങ്ങനെ ഒരുപാട് ഒരുമിച്ച് ഒരു റൂമിൽ ഒരുമിച്ച് താമസിക്കുക, അതും വളരെ ദിവസങ്ങളോളം. ഇതെല്ലാം എൻ്റെ ഒരു ഭാഗ്യമായി കരുതുന്നു. തൃശ്ശൂർ കറണ്ട് ബുക്സിനെ സംബന്ധിച്ച് വാസുവേട്ടൻ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ വാസുവേട്ടൻ്റെ പുസ്തകങ്ങളാണ് ഞങ്ങൾ വിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗം എനിക്ക് തീരാ നഷ്ടമാണ്. കുറെ യാത്രകളെ കുറിച്ച് ഇപ്പം പെപ്പിൻ ചേട്ടനൊക്കെ പറഞ്ഞു. യാത്ര വലിയ ഇഷ്ടമായിരുന്നോ? പോവായിരുന്നോ? ഭയങ്കര ഇഷ്ടമായിരുന്നു യാത്ര. ഒരു
ഇവിടുത്തെ തിരക്കിൽ നിന്നും ജോലിയിൽ നിന്നും ഒക്കെ മാറി നിൽക്കുമ്പോഴുള്ള ഒരു, എനിക്ക് തോന്നുന്നു അവനവനെ തന്നെ നവീകരിക്കാനുള്ള ഒരു അവസരമാണല്ലോ യാത്ര. സോ ഒരുപാട് ഇഷ്ടമായിരുന്നു യാത്രകൾ, കണ്ടമാനം യാത്ര ചെയ്തിരുന്നു. ഒരു ഇപ്പൊ പറഞ്ഞു കപ്പലിൽ യാത്ര പോകുന്നു, UK, അയർലൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ പോവാന്ന് പറയുന്നത്. ആരെങ്കിലും ക്ഷണിച്ചിട്ട് പോകുന്നതല്ലാതെ സ്ഥലങ്ങൾ കാണാനുള്ള ആഗ്രഹങ്ങളും ഉണ്ട്, പോയിട്ടുണ്ട്, ഞങ്ങളെയൊക്കെ കൊണ്ടുപോവാറുണ്ട്. എൻ്റെ ആദ്യത്തെ കേരളത്തിന് പുറത്തേക്കുള്ള യാത്ര 2.5 വയസ്സുള്ളപ്പോൾ മഞ്ഞൻ്റെ ഷൂട്ടിന് നൈനിറ്റാൾ, ആദ്യത്തെ യാത്ര. എനിക്ക് ഓർമ്മയില്ല, ഫോട്ടോസ് കാണുമ്പോഴേ അറിയുള്ളൂ. പക്ഷെ അത്ര ഇഷ്ടമാണ് യാത്ര എന്ന് പറയുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ട്. പിന്നെ പോകുന്നതിന് മുന്നേ കൃത്യമായിട്ട് ആ സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കി വയ്ക്കും. അന്നത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഞങ്ങളൊക്കെ എണീക്കണതിന് മുന്നേ ആൾ എണീറ്റ് റെഡി ആയിരിക്കും പോവാൻ. നല്ല ഫോട്ടോഗ്രാഫറാണ്. സൗഹൃദം ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയ പാടാ ഇങ്ങനെയുള്ള ആളുകൾക്ക്. വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സൗഹൃദം ഉണ്ടാവുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക, സൗഹൃദം ചെറിഷ് ചെയ്തിട്ടുള്ള പരിപാടികൾ എന്നൊക്കെ പറയുന്നത്, അത് ആ ഒരു സംഘമൊക്കെ ആരായിരുന്നു അച്ഛൻ്റെ? എഴുത്തുകാരുടെ ഇടയിൽ തിക്കോടിയൻ, കുഞ്ഞബ്ദുള്ള മാമൻ, പട്ടത്തുള്ള കരുണാകരൻ, MM ബഷീർ, ഇവരൊക്കെ ഒരു ഗ്രൂപ്പായിരുന്നു. NP അങ്കിള്, മറക്കാൻ പാടില്ല. NP അങ്കിൾ ഒരുമിച്ച് നോവല് 2 പേര് ചേർന്ന് എഴുതുന്ന ഒരു പുസ്തകം എഴുതുക എന്നുള്ളത് അപൂർവമാണല്ലോ നമ്മുടെ എഴുതിയതല്ല. അപ്പൊ അത് ഞങ്ങള് ഇപ്പൊ NP അങ്കിളുടെ ഫാമിലിയും ഞങ്ങളുടെ ഫാമിലി, കുഞ്ഞബ്ദുള്ള മാമന്റെ ഫാമിലിയൊക്കെ ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത് ഒരുപാട് കാലം. ഇപ്പോഴും അവരുടെ മക്കളായിട്ട് നമുക്ക് അടുപ്പമുണ്ട്. SK പൊറ്റക്കാടിനെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അവരുടെ മകളായിട്ടൊക്കെ അടുപ്പുണ്ട്. അപ്പം ആ ഒരു കോഴിക്കോട്ടെ ആ ഒരു കൂട്ടായ്മ എന്തായാലും ഉണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ കുറേ നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ടായിരുന്നു അച്ഛന്. പക്ഷേ ഈ പറഞ്ഞ പോലെ വിരലിലെണ്ണാവുന്നവരാണെങ്കിലും വളരെ അടുത്ത ബന്ധമുള്ള ഒരു 5-6 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പം ആരും ജീവിച്ചിരിപ്പില്ല. പക്ഷെ അവരാരും സാഹിത്യമായിട്ട് ഒരു ബന്ധമുള്ള ആളുകളല്ല, വായന മാത്രമുള്ള ആളുകളാണ്. പക്ഷെ എല്ലാവരും വേറെ വേറെ മേഖലയിലുള്ളായിരുന്ന ആളുകളാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് സുഹൃത്തുക്കൾ. അപ്പം അവരുടെ അടുത്തൊക്കെ ആകുമ്പോൾ വളരെ ഫ്രീ ആണ്, ഒരു ഇൻഹിബിഷൻസും ഇല്ലാതെ പെരുമാറുകയും അവരുടെയൊക്കെ വീടുകളിൽ പോയി ഞങ്ങൾ താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എന്നും ഉണ്ടായിരുന്നു അച്ഛന്. തിരക്കഥാരംഗത്ത് സജീവമായ MT വാസുദേവൻ നായർ സാറുടെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ നിർമ്മിച്ച ആളുകളിൽ ഒരാൾ പ്രിയപ്പെട്ട 7 ആർട്സ് വിജയകുമാർ. എന്റെ അനുഭവത്തിൽ അദ്ദേഹം ഒരു ഗുരുനാഥനാണ്. കാരണം എന്റെ സിനിമ പ്രസ്ഥാനത്തിന്റെ തുടക്കവും അതിന് നിമിത്തമായതിനകത്തും അദ്ദേഹത്തിന്റെ ഒരു വലിയ പങ്കുണ്ട്. എന്റെ സുഹൃത്തും സുപരിചിതനുമായ ശ്രീ ഹരിഹരൻ സാർ, ഡയറക്ടർ ഹരിഹരൻ സാർ എന്നോട് സംസാരിച്ചു കൊടുത്ത് പറഞ്ഞു, നമുക്ക് സിനിമ എന്ന് പറയുന്നത് ഒരു ബിസിനസ് പുസ്തകമായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് ഇന്നത്തെ ട്രെൻഡിനനുസരിച്ചിട്ട് മലയാളത്തിന് അഭിമാനിക്കാവുന്ന സിനിമകൾ ഉണ്ടാക്കി അതിനെ ഒരു ബിസിനസ് മോഡിൽ കൂടെ ആക്കുന്നതാണ് അതിന്റെ ഒരു അപ്രോച്ച് കറക്റ്റ് ആയിട്ടുള്ളത്. ആ ഒരു വിശ്വാസം സത്യത്തിൽ MT സാറായിട്ടുള്ള മീറ്റിംഗിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അദ്ദേഹമാണ് ഈ 7 ആർട്സ് എന്ന പേര് പോലും കണ്ടെത്തുകയോ സജസ്റ്റ് ചെയ്യുകയോ ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പഞ്ചാഗ്നി, നഖക്ഷതങ്ങൾ അങ്ങനെയുള്ള 2 പടങ്ങളുടെ ഒരേ സമയത്താണ് MT സാറിന്റെ പ്രിപ്പറേഷൻ നടക്കുന്നത്. പഞ്ചാഗ്നി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നഖക്ഷതങ്ങൾ ഹരിഹരൻ സാറിന് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിലും ഞാൻ അതിന്റെ കൂടെ പ്രൊഡ്യൂസർ, ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പടമാണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഒന്ന് സാറിന്റെ ഒരു സഹകരണം. അത് കഴിഞ്ഞിട്ട് പിന്നെ പരിണയം, പിന്നെ സതയം, ഈ പടങ്ങൾ ചെയ്യുകയും അത് കൂടാതെ വൈശാലി, പിന്നെ ആ പടത്തിന്റെ ഒരു പ്ലാനിങ് മുതൽ MT സാർ തന്നെ പറഞ്ഞു, വിജയകുമാർ നമുക്കൊരു ടീമായിട്ട് ചെയ്യണം, ഞാൻ അതിന്റെ കൂടെയുണ്ട്. അങ്ങനെ ദയ, ഈ 2 പടങ്ങളും MT സാറിന് ഞാൻ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിനുപരി ഞങ്ങൾ കൂടെ നിന്നിട്ട് ചെയ്ത പടങ്ങളാണ്. ഇതിനകത്തൊരു അനുഭവം കൂടിയുണ്ട്. MT സാറിന്റെ കൂടെ ഒരു പ്രോജക്റ്റിൽ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ആ ടോട്ടൽ പ്രോജക്റ്റ് അതിന്റെ ഒരു എക്സിക്യൂഷനകത്ത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്.
അതുപോലെ അത് വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കും. കാരണം സാറിന്റെ പ്രസൻസ് ഉള്ളപ്പോൾ തന്നെ ഹോൾ തിങ് ബിക്കംസ് വെരി ഡിസിപ്ലിൻഡ്, പിന്നെ വെരി സിസ്റ്റമാറ്റിക്, എവറിത്തിങ് ഈസ് ഓക്കെ, പെർഫെക്റ്റ് പ്രൊഡക്ഷൻ. ഇങ്ങനെയുള്ള ഒരു വലിയ അനുഭവം കിട്ടിയിട്ടുണ്ട് ഈ എന്റെ സിനിമാ വ്യവസായത്തിൽ. ഒരാളെ കൂടെ ഞാനൊന്ന് ഈ അവസരത്തിൽ നമ്മളോടൊപ്പം MT സാറെ അനുസ്മരിക്കുന്നതിന് വേണ്ടി വിളിക്കുകയാണ്. MT സാറിന്റെ ജീവിതകഥ ഒരു പുസ്തക രൂപത്തിലാക്കുക, അത് ഒരു ചെറിയ കാലപരിധി കൊണ്ടല്ല എഴുത്തു തുടങ്ങിയിരിക്കുന്ന. ഒരു 15 കൊല്ലത്തോളമായി അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തും കണ്ടും സംസാരിച്ചും അത് പുസ്തക രൂപത്തിലാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എഴുത്തുകാരൻ, അദ്ദേഹവുമായി ദീർഘകാലത്തെ സൗഹൃദമുള്ള ഒരാൾ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടിയായ വെങ്കിടേഷ് രാമകൃഷ്ണൻ. ഞങ്ങളിങ്ങനെ വിനീതേട്ടം വന്ന് സിനിമ തൊട്ട് വീട്ടുകാര്യങ്ങൾ തൊട്ട് പല കാര്യങ്ങളിലൂടെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് പേരിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ തീരുന്ന ഒന്നല്ല ആ ജീവിതവും അതിൻ്റെ ഒരു വലിപ്പവും എന്ന് പറയുന്നത്. അതിപ്പോൾ ഒരു എപ്പിസോഡിലോ 2 എപ്പിസോഡിലോ 3 എപ്പിസോഡിലോ ഒന്നും തീരുന്നതല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അത്തരത്തിലൊരു വലിയ സാഹസത്തിന് മുതിർന്നിരിക്കുന്ന ഒരാളാണ് വെങ്കിടേഷ് സാറ്. ഒരു ജീവിതകഥ എഴുതുകയാണ്. അതിനകത്ത് ഒന്നുകിൽ ഈ വണ്ണമുള്ളൊരു പുസ്തകം എഴുതണം, കാരണം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അത്ര വരണം. വലിയൊരു അധ്വാനമല്ലേ ഇത്? എത്ര നാളായി തുടങ്ങിയിട്ട് ആ എഴുത്ത്? 2008 ഫെബ്രുവരി മാസത്തിൽ തുടങ്ങിയതാണത്. അന്നാണത് ചില അതിനു മുമ്പേ MT കാണുകയും പരിചയപ്പെടുകയും സംസാരിക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നത് കോളേജ് പഠിക്കുന്ന കാലത്താണ്. പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് 2000-ന്റെ തുടക്കത്തിൽ കേരളത്തിലൊരു മുഴുനീള ലൈവ് ടെലിവിഷൻ ചാനലിൽ തുടങ്ങാൻ വേണ്ടി, ഇന്ത്യ വിഷൻ എന്ന പേരുള്ള ചാനൽ തുടങ്ങാൻ വേണ്ടി, അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രാരംഭ പ്രവർത്തനങ്ങളിൽ ഞാൻ അതിൻ്റെ ഭാഗമായിരുന്നു. ഇൻസിഡൻ്റലി ഇന്ത്യ വിഷനുള്ള പേരിട്ടത് ഞാനാണ്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ചീഫ് പ്രോഗ്രാം കൺസൾട്ടൻ്റ് ആയിരുന്നു MT വാസുദേവൻ സാർ. അപ്പോൾ ആ സമയത്താണ് ആദ്യമായിട്ട് അടുത്ത് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്തത്. പക്ഷെ ആ സമയത്തൊന്നും ഈ ജീവചരിത്രം എഴുതുക എന്നൊരു ഐഡിയ ഉണ്ടായിട്ടില്ല. 2008 അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള സുനിൽ ഗാംഗുലിക്കെതിരെ അതിന് മത്സരിക്കേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം അവിടെ ഡൽഹിയിൽ ഉണ്ടായിരുന്നു. ഞാൻ അപ്പോൾ ഡൽഹിയിൽ ഹിന്ദുവിൽ ഫ്രണ്ട് ലൈനിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ആ സമയത്ത് ആണ് പിന്നെ ഈ MTയുടെ സാഹിത്യത്തെപ്പറ്റി, MTയുടെ ലേഖനങ്ങളെ പറ്റിയിട്ട്, MTയുടെ സാഹിത്യ രചനകളെ പറ്റി, സിനിമകളെ പറ്റിയൊക്കെ ഒരുപാട് ആൾക്കാർ നിരവധിയായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ 2002 മുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, അദ്ദേഹം സാമൂഹികമായിട്ട് നടത്തുന്ന ഇടപെടലുകൾ. ഇപ്പം മുത്തങ്ങയിൽ ആദിവാസികൾക്കെതിരെ വെടിവെപ്പുണ്ടായ സമയത്ത് വളരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയും മുത്തങ്ങയിലേക്ക് സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു സംഘത്തെ നയിക്കുകയും അവരൊരു പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ വളർന്നു വരികയും, സമാനമായ രീതിയിൽ മാറാട് സംഭവം ഉണ്ടായ സമയത്ത്. അപ്പോൾ അങ്ങനെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് MT ചെയ്തിട്ടുള്ള പ്രവർത്തനം. ഞാൻ അടിസ്ഥാനപരമായിട്ടൊരു രാഷ്ട്രീയ പത്രപ്രവർത്തകനാണ്. ഞാൻ സാഹിത്യമോ MT ഒരു ലിറ്റററി ജേർണലിസ്റ്റായിരുന്നു മാതൃഭൂമിയിലേക്കുള്ള സമയത്ത്. ഞാനൊരു സാഹിത്യ പത്രപ്രവർത്തകൻ എന്ന് പറയാവുന്ന ഒരാളല്ല. രാഷ്ട്രീയമാണ് എൻ്റെ പ്രധാനപ്പെട്ട സാധനം. പക്ഷെ അതിനാണെങ്കിലും MTയെ പറ്റിയിട്ട് ആൾക്കാർക്ക് അറിയാത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ വളരെ രാഷ്ട്രീയമായിട്ട് വളരെ ലൈവായിട്ടുള്ളൊരു മനുഷ്യനാണ്. രാഷ്ട്രീയ ബോധമുള്ള ആളാണ്. സമീപകാലത്ത് ഒരു ഇപ്പം പണ്ടത്ര ഇല്ല. ഇപ്പം മനുഷ്യൻ പ്രസംഗിക്കുമ്പം ഇത്തിരി തുറന്ന് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ചങ്കൂറ്റത്തോടെ സംസാരിക്കുന്ന ഒരാൾ മൈക്ക് വെച്ച് സംസാരിച്ചാൽ 2 ദിവസത്തെ വാർത്തക്കുള്ള കോള് കിട്ടും. MT സാറ് അവസാന കാലങ്ങളിലൊക്കെ വല്ലപ്പോഴേ മൈക്ക് എടുക്കുള്ളായിരുന്നു. എടുത്തൊരു പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം ന്യൂസിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എങ്കിലും കറങ്ങി നടക്കുന്നുണ്ടാവുമായിരുന്നു. സംശയമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ആളായിരുന്നു. അത് ശ്രദ്ധിച്ചുകൊണ്ട് അപ്പം അങ്ങനെ ഈ 2008 ഈ അദ്ദേഹത്തിൻ്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി മത്സരത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഉണ്ടായ സമയത്താണ് ഞാനിങ്ങനെ ഇതുപോലെ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുക എന്നൊക്കെ MTയോട് ചോദിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു സംഭവമല്ലല്ലോ. എന്നാലും ഞാൻ 2 കൽപ്പിച്ച് ഞാൻ ചോദിച്ചു,
സാഹിത്യമൊക്കെ ആൾക്കാർ പല രീതിയിൽ എഴുതിയിട്ടുണ്ട്. എം ടിയുടെയും ബഷീറിനെയും പറ്റിയിട്ടാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ഉണ്ടായിട്ട്. രണ്ടുപേരും എൻ്റെ ഈ വർക്കിൻ്റെ ഭാഗമായിട്ട് ഞാൻ നടത്തിയിട്ടുള്ളൊരു കണക്കെടുപ്പിൽ രണ്ടുപേരെ പറ്റിയിട്ടും ലേഖനങ്ങളല്ല, പുസ്തകങ്ങളും ഈ മോണോക്രോം അടക്കമുള്ള സാധനങ്ങൾ വെച്ചിട്ട് രണ്ടുപേരെ പറ്റിയിട്ടും ഏതാണ്ട് 1112 പുസ്തകം ബഷീറിനെ പറ്റിയും 1080 പുസ്തകം എം ടിയെ പറ്റിയുണ്ട്. ഇത് മലയാളത്തിൽ എം ടിയുടെ ജീവചരിത്രം എഴുതാൻ വേണ്ടി ഞങ്ങളെല്ലാവരും പ്രാപ്തരാണെന്ന് തീരുമാനിച്ചിട്ടുള്ള കുറേ ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. അപ്പോൾ ഞാനിത് ഇത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ആസ്പെക്റ്റ്, അതായത് എം ടി പറയുന്നൊരു സോഷ്യൽ ഇൻ്റർവെൻഷൻ ചെയ്യുന്ന ഒരാളെ പറ്റിയിട്ടുള്ള ഒരു സാധനം. എന്താണ് ഇത്രയും വലിയ കാലയളവ് വേണ്ടി വരുന്നത് അത് എഴുതാനായിട്ട്? ഇതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിന് കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഇത് ബേസിക്കായിട്ട് ഒന്ന്, നമുക്ക് ഇത് ഒരു വലിയ ജീവിതമാണ്. ഇത് ഒരുപക്ഷെ ഇത്രയും ബഹുമുഖ പ്രതിഭ എന്ന് മലയാളത്തിൽ സാധാരണ ഈ വാക്കൊക്കെ നമ്മൾ ഉപയോഗിച്ച് ബഹുമുഖ പ്രതിഭ, അപാരമായിട്ടുള്ള സാഹിത്യകാരെന്നൊക്കെ ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ച് അല്ലാതെ അതിൻ്റെ മോനയൊടിഞ്ഞു പോയ വാക്കുകളാണ്. പക്ഷെ അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. ഇപ്പോൾ സത്യത്തിൽ ഞാൻ ഈ ജീവചരിത്രങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് എം ടിയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ സമാനമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു ജീവിതം ലിയനാർഡോ ഡാവിഞ്ചിയുടെയാണ്. അദ്ദേഹത്തിന് ശാസ്ത്രമുണ്ടായിരുന്നു. എം ടിക്കും ശാസ്ത്രമില്ല എന്ന് പറയാൻ പറ്റില്ല. ശാസ്ത്രത്തിൽ നല്ല അദ്ദേഹത്തിൻ്റെ ഡിഗ്രി കെമിസ്ട്രിയിലായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന് സാഹിത്യത്തിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മളെല്ലാം മറന്നു പോകുന്ന സംഭവം കെമിസ്ട്രിയിൽ നല്ല കെമിസ്ട്രിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 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 സമഗ്രമായ അർത്ഥമുള്ള. അപ്പോൾ അതുകൊണ്ട് ഇത് സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരാൾക്ക്, എൻ്റെ ഈ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ വിർജീനിയ വുൾഫിൻ്റെ ഒരു കൊട്ടേഷനിലാണ്. വിർജീനിയ വുൾഫ് പറയുന്നത്, ഒരു ജീവചരിത്രം ഏതെങ്കിലും ഒരാളുടെ ജീവിതത്തിലെ 3-4 അംശങ്ങൾ, 3-4 വ്യക്തിത്വങ്ങൾ ഒരാൾ അടയാളപ്പെടുത്തുകയാണെങ്കിൽ അതൊരു നല്ല ജീവചരിത്രമായിട്ട് കണക്കാക്കപ്പെടും. സാധാരണഗതിയിൽ മനുഷ്യർക്കൊരു 100ഓളം വ്യക്തിത്വങ്ങൾ ഓരോ മനുഷ്യരിലും ഉണ്ടാവുമെന്നാണ് വിർജീനിയ വുൾഫ് ഈ റോജർ ഫ്രൈ എന്ന് പറയുന്ന ഒരു വലിയ കലാകാരനെ പറ്റിയുള്ള ജീവചരിത്രം അവർ എഴുതുമ്പോൾ പറഞ്ഞ. അപ്പം ഞാനത് അത് ഉദ്ധരിച്ചാണ് എൻ്റെ വലിയ പുസ്തകം ആരംഭിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ, ഈ വിർജീനിയ വുൾഫ് പറയുന്നത് സാധാരണ മനുഷ്യർക്കാരന് 100ഓളം വ്യക്തിത്വങ്ങൾ ഉണ്ടാവുന്നതാണ്. എം ടി വാസുദേവനാർക്ക് എത്ര വ്യക്തിത്വങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അടങ്ങിയിരുന്നു എന്നുള്ളത് നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു. ഇപ്പൊ ഏത് കാലത്തേക്ക് പൂർത്തിയാക്കി ഇറക്കാനാണ് ഇപ്പോഴത്തെ നിലവിൽ ഇതിന്റെ ഒരു പോക്കും വേഗതയും വെച്ചിട്ട്? ഞാൻ ഇതിന്റെ കാലപരിധി ഇത്രയും നീണ്ടതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഈ വർഷം ഇറങ്ങും. ഈ വർഷം അത് പൂർത്തീകരിച്ച് ഇറക്കാനുള്ള പരിപാടിയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ രചനകളിൽ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ഒരു ബുക്ക് ഏതാണ്? അസുരവിത്താണ്. അസുരവിത്ത് എന്നുള്ള ഒരുപക്ഷെ അത് വേറൊന്നുമല്ല, അത് സത്യത്തിൽ കാലാതീതമാണ്. അല്ല, എം ടിയുടെ ഒരുപാട് കഥകൾ കാലാതീതമാണ്, നാലുകെട്ട് മുതലുള്ള. പക്ഷെ അസുരവിത്ത് പോലെ ഒരു വർക്ക് ഒരുപക്ഷെ അസുരവിത്ത് ഇന്ന് നടക്കുന്ന കഥയായിട്ട് നമുക്ക് അവതരിപ്പിക്കാം. അതിപ്പോ ഞങ്ങൾ നേരത്തെ അമൃതങ്കമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ വിനീതനോട് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞ എല്ലാ പടങ്ങളിലെയും വിഷയങ്ങള് സമകാലികമാണ്. പക്ഷെ അസുരവത്ത് പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാമൂഹിക രാഷ്ട്രീയ ജീവിതം, എം ടി അതിനെപ്പറ്റി വളരെയധികം അദ്ദേഹത്തിൻ്റെ അവസാനം നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂകളിൽ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ തമ്മിൽ ഏറ്റവും അവസാനം കണ്ട് സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ജാതിയും മതവും മനുഷ്യരിലുണ്ടാക്കുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ആത്യന്തികമായി അദ്ദേഹം ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വിപത്തായിട്ടുള്ളത് ജാതിയും മതവും തന്നെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട എം ടി വാസുദേവൻ നായർ സാർ, അദ്ദേഹത്തെ കുറിച്ച് വിഖ്യാതനായ വിദ്യാധരൻ മാസ്റ്റർ. എം ടി വാസുദേവൻ നായർ എന്ന മഹാനായ നമ്മുടെ എഴുത്തുകാരൻ, മലയാളികളുടെ അഭിമാനമുള്ള ലോകരുടെ, അദ്ദേഹത്തിൻ്റെ വേർപാടുകളുടെ ദുഃഖം എനിക്ക് സത്യം പറഞ്ഞാൽ തീരാത്ത ദുഃഖം. ചെറുപ്പകാലം മുതൽ വളരെ കാലം മുമ്പ് തന്നെ എനിക്ക് അദ്ദേഹമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. ഉത്തരം എന്ന സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് അദ്ദേഹവും എം ടി വാസുദേവൻ നായരും ONV സാറും ഞാനും പവിത്രനും അതിൻ്റെ പ്രൊഡ്യൂസർ അക്ബറും എല്ലാവരും കൂടി വെസ്റ്റേലിൽ ഒരു ഗസ്റ്റ് ഹൗസിലായിരുന്നു കമ്പോസിങ്. ഒരു 10 ദിവസത്തോളം ഞങ്ങൾ അവിടെ ഇരുന്നു. പവിത്രൻ്റെ സിനിമ. ഈ സമയത്ത് ഉണ്ടാകുന്ന ചില ഈ ഇടപെടലുകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സമ്പ്രദായം മനസ്സിലാക്കാൻ കഴിയുകയും അദ്ദേഹം
ഒത്ത് വർക്ക് ചെയ്യാൻ കഴിയുകയും ചെയ്തു എന്നുള്ളത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കാര്യമാണ്. പാട്ടുകളുടെ പണിപ്പുരയിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ഓയിനി സാർ ഒരു മുറിയിൽ ഞാനൊരു മുറിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ ഓയിനി സാറിനെ കൊടുക്കുന്ന കുറേ സിറ്റുവേഷൻ അനുസരിച്ച് പാട്ട് എഴുതിക്കുക. പാട്ട് എഴുതി കഴിഞ്ഞ് കൊണ്ടുപോകാം, ഇത് ഒന്നുകൂടി നോക്കൂ സാറേ നമ്മളിട്ട് മാറ്റിക്കുന്നു. പിന്നീട് അത് ഓക്കെ ചെയ്ത പാട്ടുകൾ മഞ്ഞിന് വിലോലമാം യവനികയ്ക്കുള്ളിലൊരു മഞ്ഞക്കിളി തോൽ പോലെ എന്ന പാട്ട് അത് ഓക്കെ ആക്കി. അങ്ങനെ പാട്ടുണ്ടാക്കി റെക്കോർഡിങ് സമയത്തിന് കോതണ്ടമണി സ്റ്റുഡിയോയിലാണ് റെക്കോർഡിങ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹം ഞാൻ താമസിക്കുന്ന മുറിയിൽ റെക്കോർഡിങ്ങിൻ്റെ തലേദിവസം വന്നു. റാം ഇൻ്റർനാഷണൽ ഹോട്ടലിൽ നൊമ്പകത്ത് അവിടെ ഞാൻ താമസിക്കുന്നത്. അപ്പോൾ MT സാർ എൻ്റെ മുറിയിൽ ഒരു 7:30-8 മണിക്ക് വന്നു. നാളെ പൂജ നടക്കുമ്പോഴേ 9:30 മണിക്ക് പൂജ നടത്തിക്കോളൂ, ഞാൻ ഒരു വൈശാലിയുടെ റൈറ്റ്സ് തെലുങ്കന്മാർക്ക് കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു ചോള ഹോട്ടലിൽ ഞാൻ പോയി അവരായിട്ട് എനിക്കാണ് അതിൻ്റെ അവകാശം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ പോവുകയാണ്. വിദ്യാധരൻ അപ്പോൾ ചെയ്യേണ്ടത്, മാഷ് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ പൂജ നടക്കുക, റിഹേഴ്സൽ ചെയ്യുക, പാട്ടുകൾ റിഹേഴ്സൽ ചെയ്യാൻ റെക്കോർഡ് ചെയ്യുക. ഒരു 11-12 മുമ്പ് ഞാൻ എത്താം, അത് അവരോട് പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ച് എൻ്റെ മുറിയിൽ വന്ന് ഞങ്ങളൊന്നിച്ച് ചപ്പാത്തി കഴിച്ച് 11 മണിയോടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയി. ആ ഒരു നിമിഷമൊക്കെ ഉണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ എനിക്കതിൽ പങ്കാളിയാകുക, ഈ കാര്യങ്ങൾ പറയാൻ പറ്റുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. മരുമക്കത്തായം സമ്പ്രദായങ്ങളൊക്കെ ഏതാണ്ട് ഒതുങ്ങി ഈ തറവാടുകളൊക്കെ ഇങ്ങനെ നശിച്ചു തുടങ്ങുന്ന ഒരു പ്രദേശത്തെ കുറിച്ചുള്ള പടങ്ങളെടുത്ത് നിർമ്മാല്യം എടുത്താലുണ്ട്. ആ ഒരു കാലഘട്ടത്തിന് അനുരൂപമായിട്ടുള്ള എഴുത്തുകൾ എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹം ഒരു 50s തൊട്ട് അറ്റം വരെ എഴുതിയിട്ടുള്ളതിൽ എല്ലാ കാലഘട്ടത്തിലും എഴുതിയിട്ടുണ്ട്. ഈവൻ 82 എവിടെയോ ഒരു ശത്രു എൻവയറമെന്റൽ ഡിസ്ട്രക്ഷൻ വരുന്ന അദ്ദേഹം അതുണ്ട്. പിന്നെ പിന്നെ ഈ മറ്റ് കഥകളെ ഇന്റർപ്രറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഒരു വലിയ മിടുക്കുണ്ട്. പെരുന്തച്ഛൻ നമുക്കൊരു ഉദാഹരണം എടുക്കാം. കാരണം അന്നോളം കേട്ട പെരുന്തച്ഛന്റെ കഥയെ ക്ലൈമാക്സിനോട് അടുപ്പിച്ച് മറ്റൊരു വളവുണ്ടാക്കിയിരിക്കുകയാണ്. ചന്തുവിന്റെ കഥ നമ്മൾ എടുക്കുന്നതിനകത്തും അന്നോളം നമ്മൾ കേട്ടൊരു കഥയെ മറ്റൊന്നാക്കി എടുക്കുകയാണ്. 2ാം ഊഴം വായിച്ചാൽ നമ്മൾ ഭീമന്റെ പെർസ്പെക്റ്റീവിലാണ് വരുന്നതാണ്. 40-ാം വർഷമായിട്ടോ 2ാം ഊഴം എന്ന് പറയുന്ന ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ട് അല്ലേ? ഈ എങ്ങനെ ഈ ഹരി അതിന്റെ ഒരു ഈ ഇന്റർപ്രിട്ടേഷന്റെ ഒരു കല എങ്ങനെയാണ്? ഹരി ഒരു എഴുത്തുകാരനാണല്ലോ. അതൊരു അക്രമം ഇല്ലാണ്ട് ചെയ്യണമല്ലോ. ഇതിന് 2 പക്ഷം ഉണ്ടാവുമല്ലോ. നമ്മൾ വെറുതെ ഒരു കഥ എഴുതിയാൽ തന്നെ ആ കഥയിലെ കഥാപാത്രങ്ങളോടൊപ്പം നിൽക്കുന്ന വായനക്കാർക്ക് 2 പക്ഷം ഉണ്ടാവും. ഇത് ശരിയായ ആ കഥാപാത്രം നീതി, ഇപ്പം നിങ്ങളുടെ പരിണയത്തിന്റെ ക്ലൈമാക്സ് എടുത്താൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നാലും കുറെ നിൽക്കാൻ ന്യായങ്ങളുണ്ട്, അപ്പുറത്ത് നിന്നാലും നിൽക്കാൻ ന്യായങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു എഴുത്തുണ്ട്. മറ്റേ എഴുത്ത് കുറച്ചുകൂടി എളുപ്പമാണ്. ഒരു പക്ഷത്തിന് എഴുത്തുകാരൻ ഒരു പക്ഷത്ത് കൂടിയാൽ മതി, ബാക്കി എന്തെല്ലാം തെറ്റുണ്ടോ അതെല്ലാം എടുത്ത് ഇപ്പുറത്ത് ഇട്ട് കൊടുക്കാം. പക്ഷെ ഈ 2 പക്ഷത്തും ഏതാണ്ട് ഒരേ തെറ്റും ഒരേ ന്യായങ്ങളുമായിട്ടൊരു കഥ മുന്നിലേക്ക് കൊണ്ടുപോവുകയും അതിനെ ഭംഗിയായിട്ട് അവസാനിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ബാധ്യത വളരെ വലുതാണ്. വല്ലാത്തൊരു റിസ്ക് ഉള്ളൊരു കാര്യമല്ലേ. ഇപ്പൊ അത് രണ്ടാമത് ആലോചിച്ച് നോക്കൂ. ഇപ്പം നിർമാല്യം പോലെ ഒരു സിനിമ ഇന്നും വളരെ പ്രസക്തമാണ്. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു സിനിമയോ അങ്ങനെ ഒരു കഥയുടെ ഒരു കൺസ്ട്രക്ഷനോ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇന്നിപ്പോൾ അത് ഉണ്ടാക്കിയാൽ ഇന്ന് അങ്ങനെ ഒരു സിനിമ വന്നാലത്തെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ആലോചിക്കാമല്ലോ. ഇന്നത്തെ ഒരു പരിതസ്ഥിതിയിൽ നിർമാല്യം പോലെ ഒരു സിനിമ ഒരാൾ അപ്പോൾ അത് ആ കാലത്ത് ആ ധൈര്യം കാണിക്കുകയാണ്. ഇതിലൊക്കെ വേണ്ടത് ഒരു ധൈര്യം, ഒരു എഴുത്തുകാരൻ്റെ ഒരു ബോൾഡ്നെസ് ഉണ്ടല്ലോ. അത് നമ്മൾ ഒരുപാട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് പറയുകയോ എപ്പോഴും പറയുകയോ എന്നുള്ളതല്ല. ആ പറയുന്ന സമയത്ത് അത് കൂർപ്പിച്ചുകൊണ്ട് ഒരു വാചകമോ 2 വാചകമോ ആണെങ്കിൽ അതിൽ പറഞ്ഞ് തീർക്കുന്ന. ഇപ്പം ഈ ചില വാചകങ്ങളുണ്ടല്ലോ, നമുക്കൊരിക്കലും നിനക്കായി പിറക്കാൻ പോകുന്ന എൻ്റെ കുഞ്ഞിനായി ഒരടയാളമായിട്ടെങ്കിലും ഒന്നും തരാൻ കഴിയാത്ത വിധം ദരിദ്രനായി തീർന്നിരിക്കുന്നു ഈ ഭീമസേനൻ ഇന്ന്. ഈ 2ാം ഊഴത്തില് ഭീമസേനന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഹിഡിംബിയോട് പറയുന്നതാണ്. ഹിഡിംബിയുടെ അടുത്ത് പോണ സമയത്ത് നിനക്കായി ദാരിദ്ര്യം, ഈ നിർമാല്യത്തിലെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇതെടുത്ത് ആക്രിക്കാരന് കൊടുക്കുന്ന അവസ്ഥയിലെത്തുന്ന. അതെ, പള്ളിവാളും കാൽച്ചിലമ്പ് എന്ന് പറയുന്ന കഥയാണല്ലോ, അതിന്റെ ഇതാണല്ലോ. അല്ല, ഈ റീഇന്റർപ്രിട്ടേഷനെ പറ്റി വിശാലിന് ചോദിക്കണ്ടായിരുന്നു. അത് എം ടിയുടെ ഒരു ബേസിക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രീക്ക്, ആ ക്രിയേറ്റീവായിട്ടുള്ള ധാരയിൽ ഈ ഒരു നമ്മൾ കാണുന്ന കാഴ്ചയ്ക്ക് അപ്പുറം പോവുക എന്നുള്ളത് ആണ് എം ടിയുടെ എന്ത് കാര്യം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും.
അതായത് ലേഖനം എഴുതുമ്പോൾ പോലും ആ സാധനം ഉണ്ടാവും. സാധാരണത്തിൽ ലേഖനം നമ്മൾക്കൊരു ഒരു വിഷയത്തെപ്പറ്റി ഇപ്പോൾ എഴുതുന്ന സമയത്ത് വളരെ പ്രത്യക്ഷമായിട്ടൊരു കാര്യമാണ് നമ്മൾ പറയുക. ഓഷ്വിറ്റ്സിൽ പോകുന്നുണ്ട് MT. ഓഷ്വിറ്റ്സിൽ പോയിട്ട് അവിടെ നാസികൾ കൊന്നിട്ടുള്ള ആൾക്കാരുടെ, നാസികൾ ഗ്യാസ് ചേമ്പറിൽ ചുട്ടു കരിച്ചിട്ടുള്ള ആൾക്കാരുടെ അവരുടെ ഈ ചാരം കൊണ്ടാണ് ഓഷ്വിറ്റ്സിലെ വഴികളിലൊക്കെ, അതിന് മുകളിൽ കൂടെ നമ്മൾ നടന്നു പോവുക. അവിടെ പോയി ഇതുപോലെ ഈ ആൾക്കാരെ കൊന്ന ആൾക്കാരുടെ എല്ലുകളൊക്കെ കൂട്ടിയിട്ടിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. സ്ഥലങ്ങൾ. അപ്പം അതൊക്കെ കണ്ടിട്ട് MT എഴുതുന്നൊരു വാചകമുണ്ട്. ഹാ മനുഷ്യൻ, ഹാ എത്ര സുന്ദരമായ പദം, ഗോർക്കിയെ ഇപ്പോൾ കണ്ടിരുന്നെങ്കിൽ. ഗോർക്കി എഴുതിയ വാക്കുകളാണ്. ഗോർക്കിയെ ഇപ്പോൾ കണ്ടിരുന്നെങ്കിൽ, ഞാനിവിടെ ചോദിച്ചിട്ടുണ്ട്, ഗോർക്കിയെ ഇപ്പോൾ കണ്ടിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്തു പോയിരുന്നു എന്നാണ്. അപ്പം ഞാൻ വിചാരിച്ചത് ഇതെങ്ങനെ ഇത് എഴുതുന്ന സമയത്ത് എങ്ങനെ ആ ഗോർക്കിയിലേക്ക് എങ്ങനെ നിങ്ങൾ ആ പ്രത്യേകിച്ചും ആ മനുഷ്യൻ ഹാ എത്ര സുന്ദരമായ പദം എന്ന് പറയുന്ന സ്ഥാനത്തിലേക്ക് എങ്ങനെ എത്തുന്നത്. അപ്പം ഇവിടെ അതും ഞാൻ ആലോചിച്ചിട്ട് എഴുതിയൊന്നുമല്ല, അങ്ങനെ വന്നു പോയപ്പോൾ. പക്ഷെ ബേസിക്കായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം ചന്തുവിനെ കണ്ടെത്തുന്നത്, ഭീമസേനനെ കണ്ടെത്തുന്നത്, ഇതെല്ലാം സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു സാധാരണ മനുഷ്യരുടെ കാഴ്ചക്ക് അപ്പുറമുള്ളൊരു കാഴ്ച അത് അന്തർലീനമായിട്ട് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അതൊരു ബ്രില്യൻസ് അല്ലേ. ഇപ്പോൾ വിനീതേട്ട ഇവിടെ ഇരിക്കുമ്പോൾ പറയാം, ഇത് എന്നോട് നേരിട്ട് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി, നമ്മളൊക്കെ കൊച്ചപ്പേട്ടൻ എന്ന് വിളിക്കുന്ന ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി പറഞ്ഞൊരു കാര്യമാണ്. സർഗം എഴുതിയത് അദ്ദേഹമാണല്ലോ. അപ്പോൾ അദ്ദേഹം പറയണം, അപ്പോൾ ഈ സർഗത്തിൻ്റെ ഒരു പോയിന്റിൽ ഈ വിനീതേട്ടൻ്റെ കഥാപാത്രത്തിന്, വേണുചേട്ടൻ്റെ കഥാപാത്രം, വിനീതേട്ടൻ്റെ കഥാപാത്രം പാടുന്ന സമയത്ത് അപ്പോഴാണ് ഈ അച്ഛൻ തിരിച്ചറിയുന്നത് മകൻ പാടും എന്നുള്ളത്. അപ്പോൾ കൊച്ചപ്പേട്ടൻ പറഞ്ഞു, ഇതിലൊരു പ്രശ്നം എഴുതി കഴിഞ്ഞിട്ട് ഒരു പ്രശ്നം വന്നു. അതായത് ഈ മകന് ഇൻഹറൻ്റായിട്ട് പാട്ടുണ്ടെങ്കിൽ ഇയാൾ 1 വയസ്സിലും 2 വയസ്സിലും 4 വയസ്സിലും 5 വയസ്സിലും ഒക്കെ പാടും. ഈ ബോധപൂർവം അച്ഛനിൽ നിന്ന് മറച്ചു വെക്കാനുള്ള പ്രായമാവുമ്പോഴേ അയാൾക്ക് മറച്ചു വെക്കാൻ പറ്റുള്ളൂ, അല്ലാത്ത സമയത്തും പാടും. അപ്പോൾ ഈ അച്ഛൻ കേട്ടിട്ടുണ്ടാവും ഇയാളൊരു സംഗീതകാരനാണ്. ഈ സംഗീതകാരനായിട്ടുള്ള അച്ഛൻ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്കിത് മനസ്സിലാവും, മകൻ പാടും എന്നുള്ളത് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഇത് പറ്റിയിട്ട് ഇതൊരു ലോജിക്കൽ പിഴവാണ് അവിടെ എത്തുന്ന സമയത്ത്. അപ്പം ഇത് തിരുത്തി കഴിഞ്ഞാൽ ഈ സിനിമയുടെ മൊത്തം കാര്യങ്ങൾ ഇതാവും. അപ്പം ഇത് ഒരു കൺഫ്യൂഷൻ വന്നിട്ട് MT സാറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഇതൊക്കെ കണ്ട് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, കൊച്ചപ്പേട്ടൻ പറഞ്ഞതാണ്, അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, ഈ വേഷം ആരാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഈ അച്ഛൻ്റെ വേഷം നെടുമുടി വേണുവിനോട് ഈ കാര്യം പറഞ്ഞാൽ മതി, എന്നിട്ട് ആ ലോജിക്ക് മനസ്സിലാവാത്ത വിധത്തിൽ അത് അഭിനയിക്കാൻ പറയാ, അത് ചിന്തിക്കാത്ത രീതിയിൽ അഭിനയിക്കാൻ പറയാം. അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ ലോജിക്ക് പിടിച്ചു പോയി കഴിഞ്ഞാൽ ഇത് വേറെ രീതിയിലായി പോയി സിനിമ. ഇതിൽ പറ്റില്ല. നമ്മളൊന്നും ആ സിനിമ കാണുന്ന സമയത്ത് ഇത് ചിന്തിച്ചിട്ടില്ല. ഇത് സത്യത്തിൽ അദ്ദേഹത്തിന്റെ ബ്രില്യൻസ് ആണല്ലോ. എഴുതുന്ന സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയത്തെക്കുറിച്ചുള്ള അറിവ്, അത് ഇപ്പൊ നമ്മൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഫോൺ എടുത്ത് ഗൂഗിൾ നോക്കി തപ്പി ചെല്ലുന്നത് പോലെ അല്ല അന്നത്തെ ഇവരുടെ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഞാനിപ്പം MT എഡിറ്ററായിട്ടുള്ള കാലത്തെ പറ്റിയിട്ട്, MT സബ് എഡിറ്ററായ കാലം മുതലുള്ള സമയത്തെ പറ്റിയിട്ട് വിശദമായി സംസാരിക്കുകയും ആ സമയത്ത് വാരിക എടുത്ത് പരിശോധിക്കുകയും അതിലെന്തൊക്കെയാണ് രണ്ട് മഹാരഥന്മാരായിരുന്നു MT മാതൃഭൂമി ചേരുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. NV കൃഷ്ണവാര്യരാണ് എഡിറ്റർ, MT സബ് എഡിറ്ററായിട്ട് ജോയിൻ ചെയ്യാണ്. ഈ നെയ്ക്കഡ് ഏപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഡെസ്മണ്ട് മോറിസിന്റെ പുസ്തകം ലോകം മുഴുവൻ കീഴടക്കിയ ഒരു പുസ്തകമാണ്. ആ പുസ്തകം ഇറങ്ങി 3 മാസത്തിനുള്ളിൽ മലയാളത്തിൽ അതിന്റെ തർജ്ജമ വരുന്നു. ഇവർ റൈറ്റ്സ് വാങ്ങിയിട്ട് അത് പബ്ലിഷ്. അപ്പൊ ഞാനിത് ഇത് താങ്കൾ പറഞ്ഞ പോലെ ഗൂഗിളൊന്നും ഇല്ലാത്ത കാലമാണിത്. അതേന്നേ, അതിന്റെ ആളെ കാണണം. നമ്മൾ വടക്കം വീരഗാഥ ഇപ്പൊ റീ റിലീസ് ചെയ്ത് വന്ന് കാണുമ്പോ
കണ്ടിറങ്ങിയ അന്ന് കണ്ടതിനേക്കാളും കണ്ടപ്പോ ഒരു 15 വാക്കിന്റെ അർത്ഥമെങ്കിലും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നൊരു കാരണം കൊണ്ട് അതെന്താ സാധനം, ഇതെന്താണ് വാക്കെന്നുള്ളത്. കാരണം ഇപ്പം ഞാനൊരിക്കൽ ഇവിടെ ഇപ്പൊ സൗഭദ്രം എന്ന് തോന്നി, പുരഞ്ചയം എന്ന് തോന്നിക്കുന്ന പഴയ പുത്തൂരാട് തന്നെ, ഇതൊക്കെ മറ്റേ കളരിയിലെ 18 അടവുകളില് 11ാമത്തെ 13ാമത്തെ കണ്ട അടവുകളാ, തെറ്റിദ്ധരിക്കുന്ന പരിപാടികളാണ്. അപ്പം അത് 18 എണ്ണവും പഠിച്ച് എഴുതി അതായത് എഴുത്തിന് വേണ്ട ഒരു കാലം അപ്പൊ എത്രയായിരിക്കും എന്ന് ആലോചിക്കൂ. ഇതുപോലെ പഠിക്കണമെങ്കിൽ എഴുത്തങ്ങ് തുടങ്ങി ഒരു മുറിയിലിരുന്ന് 30 ദിവസം കൊണ്ടൊരു തിരക്കഥ എഴുതി എന്ന് പറയുന്ന പോലെ അല്ല, ഇതിന്റെ റിസർച്ച്, എഴുത്ത്, ഈ കാലം, ആ കാലം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര എഴുതാൻ ഇത്രയും ജീവിതം പോരാ, അത്ര എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടാമൂഴത്തിന്റെ റിസർച്ച് അങ്ങനെ ആയിരുന്നല്ലോ. ഐ ഡോണ്ട് നോ ഇഫ് ഹി സ്പോക്ക് ടു യു. പിന്നെ 12 കൊല്ലം 12 വർഷം റിസർച്ച് ചെയ്തതിന് ശേഷമാണ് രണ്ടാമൂഴം എഴുതി. ഈ രണ്ടാമൂഴം ഈ ഭീമന്റെ ജീവിതത്തിലെ നിരന്തരമായിട്ടുള്ള രണ്ടാമൂഴങ്ങളാണ് അതിൽ വരുന്നത്. അത് വീണ്ടും സിനിമയാക്കാൻ പോകുന്നു എന്നുള്ള ചില കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടല്ലോ, അതിനെ കുറിച്ച് പറയൂ. ഇനി അച്ഛൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അത്. സ്ക്രിപ്റ്റൊക്കെ ഉണ്ടല്ലോ, എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതൊരു ഇതുവരെ ഇന്ത്യൻ സിനിമ കാണാത്ത രീതിയിൽ ഒരു വലിയ സിനിമയായി വരണം. അതിനൊരുപാട് നമ്മളത് 2020 മുതൽ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. പിന്നെ കോവിഡൊക്കെ ആയത് കാരണം അതിങ്ങനെ കുറച്ച് സമയം നീണ്ടു. ഇപ്പം അതൊരു അച്ഛനും കൂടി ധാരണയുള്ള ഒരാളെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. വൈകാതെ അതിൻ്റെ അനൗൺസ്മെന്റ് ഉണ്ടാവും. വെരി ഗുഡ്. ആൻഡ് 4 വർഷം എടുക്കും പടം തീരാൻ. അതെ, പക്ഷെ അത് പ്രൊഡക്ഷനിൽ ഉണ്ട്, പ്രൊഡക്ഷനിലുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. മനോരഥങ്ങളിൽ അതിന്റെ ക്രിയേറ്റീവ് പ്രൊഡ്യൂസറായിട്ട് അങ്ങനെ ഒരു റോള് മാത്രമേ ഉള്ളൂ എനിക്ക്. മനോരഥങ്ങളെ കുറിച്ച് പറഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് ശ്രീകാന്ത് മുരളി അഭിനേതാവാണ്, സംവിധായകനാണ്. ഒരുപാട് ചിത്രങ്ങളുടെ അണിയറ പ്രവർത്തനങ്ങളിലും എഡിറ്റിംഗിലും ഒക്കെ കാര്യമായിട്ട് ഇടപെട്ടിട്ടുള്ള ഒരാളാണ്. ചലച്ചിത്ര പ്രവർത്തകൻ, അഭിനേതാവ് ശ്രീകാന്ത് മുരളി, അദ്ദേഹത്തെ ഓർക്കുന്നു. MT സാറിൻ്റെ തിരക്കഥ സിനിമയാക്കണം എന്ന് ആഗ്രഹിക്കുന്ന തലമുറയിലെ യുവ തലമുറയിലെ പലരിൽ ഒരാളാണ് ഞാൻ. എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന കഥ സിനിമയാവുന്നു എന്നറിഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് പ്രിയൻ സാറുമായിട്ട് ഈ ഒരു MT സാറിൻ്റെ തിരക്കഥയെക്കുറിച്ചിട്ട് ഞങ്ങൾ സംസാരിച്ചത്. അന്ന് മാണിക്യക്കല്ലിനെ കുറിച്ചൊക്കെ സാർ സംസാരിച്ചത് ഇപ്പോൾ ഓർക്കുന്നു. ഏതായാലും അതിനുശേഷം മനോരഥങ്ങൾ എന്ന കഥകളുടെ ഒരു സീരീസ്, MTയുടെ കഥകളുടെ ഒരു സീരീസ് വന്നപ്പോഴാണ് എനിക്ക് അദ്ദേഹത്തിനൊപ്പം അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന നിലയിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ പറ്റിയത്. MT സാറിൻ്റെ കഥകൾ എടുത്തു നോക്കിയാൽ അതിലെല്ലാം നായകൻ വളരെ കുറച്ച് മാത്രമാണ് സംസാരിക്കുക. നായകൻ പലപ്പോഴും കേൾവിക്കാരനും കാഴ്ചക്കാരനുമാണ്. അഥവാ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് പറയുന്നുണ്ടെങ്കിൽ അതിന് നമ്മളിപ്പോൾ പറയുന്ന പഞ്ച് ഡയലോഗുകളായിരിക്കും MT സാറിൻ്റെ കഥാപാത്രങ്ങൾ പറയുക. എല്ലാ കാലത്തും ഓർത്തു വയ്ക്കുന്ന, മലയാളം എന്നും ഓർമ്മിക്കുന്ന വരികളാണ് MT സാറിൻ്റെ ഓരോ ഡയലോഗുകളും. അപ്പോൾ അതിനെക്കുറിച്ച് അശ്വതിയോട് ചോദിച്ചപ്പോൾ അശ്വതി അന്ന് നമ്മുടെ ശിലാലിഖിതങ്ങളുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ പറഞ്ഞത്, അച്ഛൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വയം സംസാരിക്കാറുണ്ട്. അങ്ങനെ പണ്ട് കുട്ടിക്കാലത്ത് നാട്ടിലേക്ക് പോകുമ്പോൾ, പാടവനമ്പത്തൂർ നടന്നു പോകുമ്പോൾ അച്ഛൻ്റെ ഒപ്പം നടന്നു പോകുന്ന അശ്വതി കേട്ടിട്ടുണ്ടത്രേ MT സാർ സ്വയം സംസാരിക്കുന്നത്. സ്വന്തം ഒറ്റയ്ക്ക് നടക്കുമ്പോൾ സംസാരിച്ചുകൊണ്ട് പോകുന്ന അച്ഛനെ അശ്വതിക്ക് നല്ല ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തന്നെ ശിലാലിഖിതത്തിൽ ഇത് പ്രിയൻ സാറിനോട് പറഞ്ഞപ്പോൾ പ്രിയൻ സാർ അത് ബിജു മേനോനോട് സംസാരിച്ചിട്ട് ബിജു മേനോൻ ആ സിനിമയിലെ ഗോപാലൻകുട്ടി എന്ന കഥാപാത്രം അവതരിപ്പിച്ചപ്പോൾ ഏതാണ്ട് മോണോലോഗ് പോലെ സ്വയമായിട്ടാണ് സംസാരിച്ചു പോകുന്നത്. അത് ആ കഥാപാത്രത്തിൻ്റെ ഒരു സ്വഭാവം കൂടുതൽ വെളിവാക്കുന്ന രീതിയിലായിരുന്നു. MT സാറിൻ്റെ ഒപ്പം കുറച്ച് ദിവസമെങ്കിലും ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റിയതിലുള്ള വലിയ സന്തോഷവും ചാരിതാർത്ഥ്യവും മനസ്സിൽ സൂക്ഷിക്കുന്നു. വിനീതനെ സംബന്ധിച്ചിടത്തോളം വിനീതൻ അഭിനയിച്ച 8ഓളം സിനിമകൾ, അല്ലാത്ത സിനിമകളും എല്ലാം എന്ത് വിലകൊടുത്തും എങ്ങനെയും കാണാറുള്ളതല്ലേ എപ്പോഴും. ഈ സിനിമയ്ക്ക് ശേഷം ഒരു കോണ്ടാക്ട് ചെയ്യലോ മെസ്സേജ് അയക്കലോ ഒക്കെ നിങ്ങൾ തമ്മിലുണ്ടോ? മെസ്സേജ് അല്ല, ഞാൻ വിളിക്കും, ഇടയ്ക്ക് ടീച്ചർ വിളിച്ച് അല്ലെങ്കിൽ അശ്വതിനെ മെസ്സേജ് എന്നുള്ളത് ഞാൻ ഈ കാലത്തെ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞു പോയെന്നുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞില്ല ഇന്ററാക്ഷൻസ് ഇല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതായിട്ട് ഇപ്പം 7ാമത്തെ വരവ് MT സാറിനെ കാണിച്ചിട്ട് നന്നായിട്ട് ചെയ്തു എന്ന് അല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഹരൻ സാറിനോട് പറഞ്ഞു എന്ന് അതൊരു ഇന്റർവ്യൂവിലും സാർ പറയുന്നുണ്ട്. സോ അങ്ങനെ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് പിന്നെയും ആരണ്യകം ഷൂട്ടിംഗ് സമയത്താണ് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞില്ല, ഈ ഇനീഷ്യൽ ഡിസ്കഷൻ ഇസ് വിത്ത് ഡയറക്ടർ, ആർട്ടിസ്റ്റുമായിട്ട് ദർ ഇസ് നോ ഇന്ററാക്ഷൻ.
അത് ഹരൻ സാർ അല്ല ഹുവർ ദ ഡയറക്ടർ ഇസ്. ഇപ്പൊ ഞാൻ ചെയ്തതെല്ലാം ഹരൻ സാറിൻ്റെതാണ് മോസ്റ്റ് ഓഫ് ദ ഫിലിംസ്. അദ്ദേഹമായിട്ട് ക്ലാരിഫൈ ചെയ്ത് ഹി വിൽ മോൾഡ് ദി ആക്ടർ ആസ് എം ടി സാർസ് ക്യാരക്ടർ. അതായിരുന്നു ആരണ്യ ഷൂട്ടിംഗ് സമയത്ത് എം ടി സാർ വന്നു സെറ്റില് ആൻഡ് ഹി വാസ് വാച്ചിങ് അസ് പെർഫോം. ഞാൻ അപ്പോൾ 11th എന്താണ് ഐ എം ഡൂയിങ് MBA ഒക്കെ കഴിഞ്ഞ് വന്ന ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് സ്റ്റൈലിഷ് ആയൊരു പാർവതിയുടെ ഫിയാൻസി ആയിട്ട് റോളാണ്. അപ്പൊ ഒന്നാമത് എം ടി സാർ വന്നതിന്റെ ടെൻഷൻ, നെർവസ്നെസ്, ഈ എന്താണ് ഗാംഭീര്യം വേണം, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ കൈയൊക്കെ വെച്ച് ഇങ്ങനെ ഐ വാസ് വെരി സ്റ്റിഫ്. ആ സിനിമ ഉണ്ടെന്ന് പറയും, വെരി അൺകംഫർട്ടബിൾ. മോഹൻ അപ്പൊ ഒരു ഡയലോഗ് സെലിമായിട്ടുള്ള അപ്പൊ സാറും ഹരൻ സാറൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ ബാക്കിലൊക്കെ നിൽക്കും. അപ്പൊ എന്നെ നോക്കിയിട്ട് പറഞ്ഞു കുറച്ചുകൂടെ ഗൗരവമാവാം എന്ന് പറഞ്ഞു. ദിസ് ഇസ് എക്സാക്ട് ലൈൻ, കുറച്ചുകൂടെ ഗൗരവമാകാം. അതായത് യു ഷുഡ് ബി മോർ മെജസ്റ്റിക്. അതിനുശേഷം ഒരു മെജസ്റ്റിക് അങ്ങ് വലിച്ചെടുത്തു. എവിടുന്നാ? അതെ, ഞാൻ അന്ന് ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം രാവിലെ സാറിനെയും ടീച്ചറിനെയും ആ ലൊക്കേഷൻ ലക്കിലി ഐ ഗോട്ടും ബിക്കോസ് ഐ ആസ്ക്ഡ് അശ്വതി വാട്ട് ടൈം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഏത് സമയത്തായിരിക്കും വിളിക്കുക. പക്ഷേ ഷീസൺ ഇങ്ങനെ ഒരു 9-9:30 ശേഷം വിളിച്ചോ. രണ്ടാളെയും വിളിച്ച് അനുഗ്രഹം വാങ്ങി. അന്ന് ഹി സ്പോക്ക് ടു മീ, നന്നായി വരട്ടെ, എവറിത്തിങ് ഈ മമ്മൂക്കയും ലാലേട്ടനുമായിട്ട് എത്രയോ പടങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അവരുടെ എല്ലാം ദേവലോകം എന്ന് പറഞ്ഞ ആദ്യം മമ്മൂക്കയുടെ ഇറങ്ങാതെ പോയൊരു പടമാണത്. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, തൃഷ്ണ, ആൾക്കൂട്ടത്തിൽ തനിയെ, അക്ഷരങ്ങൾ, അടിയൊഴുക്കുകൾ എന്നൊക്കെ പറഞ്ഞ അനുബന്ധം എല്ലാം ഒരു സെറ്റ്. അതേപോലെ പഴശ്ശിരാജ വരെ, വടക്കംപീരാത് വരെ നിൽക്കുന്നു. ലാലേട്ടനും ഉണ്ട് അത്രയും തന്നെ ഒരുപാട് സിനിമകൾ അല്ലേ. പഞ്ചാഗ്നി, അഭയം തേടി, അമൃതം ഗമയ, താഴ്വാരം, സദയം, ഉയരങ്ങളിൽ, അനുബന്ധം, ഇതിലെല്ലാം എല്ലാത്തിലുണ്ട് ഇത്രയും പടങ്ങളുണ്ട്. പക്ഷെ ഇവർക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യത്തെ കുറിച്ച് ഇതേ ഫ്ലോറില് ബാബു ആന്റണി ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എം ടി സാറിനെ കുറിച്ച് പറയുമ്പോ അത് പറയണ്ടുണ്ട്, വേറെ ആർക്കും കിട്ടാത്ത ഭാഗ്യമാണെന്ന് പറഞ്ഞു. അതായത് രാജാവ് ഷർട്ട് ഇടാണ്ട് നിൽക്കുകയാണ് വൈശാലിയിൽ, മഴ തുടങ്ങി. ബാബു ആന്റണി ലോമപാത മഹാരാജാവ്, ഇപ്പൊ പറഞ്ഞല്ലോ മെജസ്റ്റിക് ഒക്കെ ആയിട്ട് നിൽക്കേണ്ട ലോമപാത മഹാരാജാവ് ചെറുതായിട്ട് വിറയ്ക്കാൻ തുടങ്ങി, തണുപ്പ് കാരണം. അപ്പൊ എന്ത് ചെയ്തിട്ടും രാജാവിന് ഒരു അടക്കം നിൽക്കുന്നില്ല. ആ സമയത്ത് പുറകിന്ന് ഒരു തട്ടിവിളി കേട്ട് ബാബു എൻ്റെ ചേട്ടൻ തിരിഞ്ഞു നോക്കിയപ്പോ ഒരു സ്മോളുമായിട്ട് എം ടി സാറ്. രാജാവ് ഒന്നും നോക്കണ്ട, ഇത് പറഞ്ഞ അടിച്ചിട്ട് അവിടെ നിന്നാൽ എല്ലാ മെജസ്റ്റിക്കും വരും എന്ന് പറഞ്ഞു കൊടുത്തത്. അതൊരു കല മലയാളത്തിൽ ഒരാൾക്ക് അവകാശപ്പെടാൻ പറ്റാത്തൊരു കാര്യമാണ് ബാബു എൻ്റെ ചേട്ടനായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇല്ല, അതിവിടെ പറഞ്ഞു ഭയങ്കര സന്തോഷമായിട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നത് എവിടെയൊക്കെയോ നമ്മളീ പറയുന്ന ബഹുമാനം കൊണ്ടും അല്ലാതെയൊക്കെ നമ്മൾ ഇരിക്കുമ്പോഴും ചില കുട്ടിത്തങ്ങളും ചില രസനീയതകളും ഒക്കെ ഇങ്ങനെ ആസ്വദിക്കുന്ന ഒരു ആളും കൂടെയാണ് അല്ലെ. ഹ്യൂമർ സെൻസ് എങ്ങനെ നർമ്മം പറയുമായിരുന്നു അച്ഛൻ? വളരെ ഷാർപ്പാണ്. പക്ഷെ ആർക്കും മനസ്സിലാവും. പക്ഷെ അതിങ്ങനെ എന്താ പറയാ, വളരെ പ്രത്യക്ഷമായിട്ടല്ല പറയാ. അപ്പൊ നമ്മളൊക്കെ തമാശ പറയണ പോലെ അല്ല പറയാ. അതിങ്ങനെ വളരെ അപൂർവമായിട്ടേ വരുള്ളൂ. പക്ഷെ ആ വന്നാ അത് കൃത്യം 2 ദിവസത്തേക്കുള്ളതുണ്ട്. എം ടി സാറിന്റെ ഓർമ്മകളുമായി വളരെ പ്രിയപ്പെട്ട നടൻ ശ്രീ രാമു. നിർമ്മാല്യത്തിന്റെ ഡിസ്കഷനും ലൊക്കേഷനും എല്ലാം ഞങ്ങളുടെ തറവാടും, ഞാൻ ജനിച്ചു വളർന്ന തറവാടും അതിന്റെ ചുറ്റുപാടും ഒക്കെ ആയിരുന്നു. അപ്പൊ എൻ്റെ അമ്മാവൻ കുട്ടേട്ടൻ എന്ന് വിളിക്കുന്ന കുട്ടമാമ അദ്ദേഹത്തിന്റെ MT യുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. MT മാത്രമല്ല, മധുസാർ, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു വലിയൊരു വലയം ഉള്ള ആളായിരുന്നു എൻ്റെ അമ്മാവൻ കുട്ടേട്ടൻ. ആ കഥയുടെ ഡിസ്കഷനും അതിന് പറ്റിയ ലൊക്കേഷനുകളൊക്കെ നോക്കി നടക്കുന്ന സമയത്ത് ഞാനും ഇവര് കൂടുതലുണ്ടായിരുന്നു. ഞാനന്ന് കേരളവർമ്മ കോളേജിൽ പ്രീ-ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് എപ്പോഴും ഞാനും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ഈ കഥയുടെ സംഭാഷണം നടക്കുന്ന സമയത്താണ് കുട്ടമാമ ഈ വെളിച്ചപ്പാടിന്റെ മകന്റെ ക്യാരക്ടറായിട്ട് സുഖേട്ടന്റെ, എൻ്റെ വല്യമ്മയുടെ മകന്റെ സുഖേട്ടന്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞു അവനൊന്ന് കണ്ടു നോക്കാം, നമുക്ക് പറ്റിയെങ്കിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സുഖേട്ടൻ ഈ വെളിച്ചപ്പാടിന്റെ മകനായിട്ട് ഈ നിർമ്മാല്യത്തിൽ വരുന്നത്. അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങുന്നു. ഷൂട്ടിംഗ് ഒരു എന്താ പറയാ, വളരെ കുറച്ച് ക്രൂ ഒക്കെ വെച്ചുകൊണ്ടുള്ളൊരു രീതിയായിരുന്നു. വളരെ സൈലന്റ് ആയിട്ട് നടക്കുന്ന ഒരു ഷൂട്ടിംഗ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഷൂട്ടിംഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ സമയത്തൊക്കെ. ഞാൻ ആദ്യം കാണില്ല ഷൂട്ടിംഗ്. എന്തായാലും അതിനുശേഷം പ്രശസ്തിയുടെ ഓരോ പടവുകളും കയറി വാസുവേട്ടൻ എന്ന മഹാപ്രതിഭ അദ്ദേഹം പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തി എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും, മലയാളികൾക്കും നമുക്കെല്ലാവർക്കും വളരെയധികം ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം വളർന്നു.
നമുക്ക് എന്നും പഴയ കാര്യങ്ങൾ ഓർത്ത് നമുക്ക് ആ കാര്യത്തിൽ അഭിമാനിക്കാം. മലയാളമുള്ളിടത്തോളം, മലയാള ഭാഷ ഉള്ളിടത്തോളം പകരം വെക്കാൻ ഒരാളില്ലാത്ത രീതിയിൽ അത്രയേറെ ഒരു മനുഷ്യായുസ് കൊണ്ട് ചെയ്തു തീർക്കാനാകുന്നത് എന്ന് ഇപ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്ന രീതിയിലുള്ള സൃഷ്ടികൾ, വ്യത്യസ്തമായ സൃഷ്ടികൾ മലയാളിക്ക് സമ്മാനിച്ചു. അത് എഴുത്തിൻ്റെ പല വഴികളിൽ, നോവലായും ചെറുകഥയായും പദ്യമായും പാട്ടായും സിനിമകളുടെ തിരക്കഥയായും എല്ലാം എഴുതി നമ്മളോടൊപ്പം ജീവിക്കുന്നവരെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ മലയാളിയുടെ നിത്യജീവിതത്തിനിടയിലേക്ക് തുറന്നുവിട്ട അതുല്യനായ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെയുള്ള ഓർമ്മയിലെന്നും എന്ന ഈ ലക്കം ഇവിടെ അവസാനിക്കുകയാണ്. ആൽബം സൈനിങ്. ഓർമ്മയിലെന്നും MT വാസുദേവൻ നായർ ഈ ലക്കം പൂർണ്ണമാകുമ്പോൾ MT സാറിന്റെ മകൾ അശ്വതിക്ക് പ്രിയപ്പെട്ട വിനീതേട്ടൻ അമൃത TVയുടെ ഭാഗത്തു നിന്നുള്ള ഉപഹാരം നൽകുന്നു. ഓർമ്മയിലെന്നും ഒരു ആൽബത്തിന്റെ താളുകളിലെ ചിത്രങ്ങൾ എന്നതുപോലെയാണ് ഓരോ ഓർമ്മകളും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നത്. ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടിയിലൂടെ മലയാള സിനിമയിലെ പ്രഗത്ഭരും പ്രശസ്തരുമായ ഒരുപാട് വ്യക്തിത്വങ്ങൾ, അവർ ചെയ്ത കഥാപാത്രങ്ങൾ, അവരുടെ വ്യക്തിജീവിതം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അവർക്ക് വളരെ പ്രിയപ്പെട്ട അവരുടെ ബന്ധുമിത്രാദികളും വന്ന് നമ്മളുമായി പങ്കുവയ്ക്കുകയുണ്ടായി. അതിലൂടെ മലയാള സിനിമയുടെ ഒരു വലിയ കാലഘട്ടത്തെ തന്നെയാണ് നമ്മൾ അടയാളപ്പെടുത്തിയത്. ഓർമ്മയിലെന്നും എന്ന ഈ ഒരു പരമ്പര ഇവിടെ അവസാനിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ ബാക്കിയാക്കിക്കൊണ്ട് ഓരോ എപ്പിസോഡുകളും നമ്മൾ ഓർത്ത, ആദരിച്ച, സ്നേഹിച്ച ആ പ്രിയപ്പെട്ട കലാകാരന്മാരുടെ ചിത്രങ്ങളും അവർക്ക് പ്രിയപ്പെട്ടവരുടെ ഒപ്പുകളും ശേഖരിച്ച് നമ്മളിവിടെ ഒരു ആൽബം തയ്യാർ ചെയ്തു. ആദ്യ ലക്കത്തിൽ വന്ന പ്രേം നസീർ സാർ മുതൽ മലയാളത്തിന്റെ മഹാനായ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ സാർ വരെ ഓർമ്മയുടെ വഴിത്താരയിൽ വിളക്കുമായി എത്തിയവരെല്ലാം ഒപ്പുചാർത്തിയ ഈ ഒരു ആൽബം രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സിന് ഇതുപോലൊരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരമൊരുക്കിയ മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ചാനലുകളിൽ ഒന്നായ അമൃത TVക്ക് കൈമാറുകയാണ്. ഓർമ്മകളുടെ ഈ ഒരു ആൽബം ഏറ്റുവാങ്ങുന്നതിന് അമൃത TVയുടെ ക്രിയേറ്റീവ് ഹെഡ് സിന്ധു മോഹനെയും ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ് ശ്രീ അജയൻ K നായരെയും സ്വാഗതം ചെയ്യുന്നു. അമൃത TVക്ക് ഇത് ഓർമ്മയിൽ എന്നും സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. അമൃത TVയും പിഷാരടി എന്റർടൈൻമെന്റ്സും ഒന്നിച്ച് ഓർമ്മയിലെന്നും എന്ന് പറയുന്ന ഈ പരിപാടി വളരെ ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിച്ചു എന്നത് അതിയായ സന്തോഷവും അഭിമാനവുമാണ്. രമേശ് പിഷാരടിക്കും പിഷാരടിയുടെ ടീമിനും അമൃത TVയുടെ
എല്ലാവിധ അഭിനന്ദനങ്ങളും. സത്യത്തിൽ ഇന്ന് രമേഷ് പിഷാരടി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ആൽബം വെറും ഒരു ആൽബമല്ല. അമൃത ടി വിയെ സംബന്ധിച്ചിടത്തോളം അമൃത ടി വിയുടെ ആൽബത്തിൽ ഇതൊരു അമൂല്യ നിധിയായി ഞങ്ങളിത് സൂക്ഷിക്കും. ഞങ്ങളിത് അത്രയും പൊന്നുപോലെയാണ് ഈ കൺസെപ്റ്റിനെ കൊണ്ടുവന്നതും അത് നമ്മളിവിടെ പൂർത്തിയാക്കുന്നതും. ഇത്തരമൊരു മഹത്തായ ആശയം നമുക്ക് ദൃശ്യവൽക്കരിച്ച് തന്ന രമേഷ് പിഷാരടിയെയും അദ്ദേഹത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ്സിനെയും നമ്മൾ തീർച്ചയായും ആദരിക്കേണ്ടതുണ്ട്. അതിലേക്കായി ഞങ്ങൾക്ക് 2 വ്യക്തിത്വങ്ങൾ ഈ വേദിയിലേക്ക് തീർച്ചയായും സ്വാഗതം ചെയ്യണം. രമേഷ് എൻ്റർടൈൻമെൻറ്റ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള ശ്രീ മണി നാരായണനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ഏതൊരു ക്രിയേറ്റീവ് കൺസെപ്റ്റിൻ്റെയും അമരക്കാരൻ എന്ന് പറയുന്ന അതിൻ്റെ ഡയറക്ടറാണ്. തീർച്ചയായും അമൃത ടി വിയുമായി വളരെ ബന്ധവും കുറേ നാളായിട്ട് അമൃത ടി വിയുടെ ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന ശ്രീ ഹരി പി നായരെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടി മലയാള സിനിമയ്ക്കുള്ള നമ്മുടെയൊക്കെ മഹത്തായ ആദരമാണ്. ഈ പരിപാടിയിലൂടെ ഇവിടെ വന്നു ചേർന്ന പ്രഗത്ഭരായിട്ടുള്ള ഒരുപാടധികം ആർട്ടിസ്റ്റുകൾ അവരുടെ വാക്കുകളിലൂടെ മൺമറഞ്ഞു പോയ ഒരുപാടധികം ചലച്ചിത്ര പ്രതിഭകളെ 1950-കൾ 60-കൾ 70-കൾ തുടങ്ങിയിട്ടുള്ള കാലഘട്ടത്തിലൊക്കെ അവരുടെ അനുഭവത്തിളക്കമാർന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനും പങ്കുവയ്ക്കാനും സാധിച്ചു. അതൊരു അപൂർവമായ നേട്ടമാണ്. ഇതിന് അരങ്ങൊരുക്കിയ അമൃത ടി വിക്ക് രമേഷ് പിഷാരടി എൻ്റർടൈൻമെൻറ്റ്സിന് നന്ദി പറയുന്നു. സഹകരിച്ച എല്ലാ സാങ്കേതിക പ്രവർത്തകരോടും പ്രേക്ഷകരോടും നന്ദി പറയുന്നു. താങ്ക് യു. അമൃത ടി വിയുടെ ആളുകൾ പ്രവർത്തകർ, രമേഷ് പിഷാരടി എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ആളുകൾ പ്രവർത്തകർ, ഇത് കൂടാതെ ഈ ഒരു വലിയ സംഘാടനത്തിന് നമ്മളോടൊപ്പം നിന്നത് 2020 ഒക്കെ പോലുള്ള വലിയ ചിത്രങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടുള്ള ശ്രീമാൻ നന്ദകുമാർ പൊതുവാളാണ്. അദ്ദേഹം ഇതിൻ്റെ സംഘാടനത്തെ നമ്മളോടൊപ്പം വലിയ തോതിൽ സഹായിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തോടുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടി ഇത്ര മനോഹരമായി അവതരിപ്പിക്കാൻ അവസരമൊരുക്കിയ അമൃത ടി വിയോടുള്ള നന്ദി ഒരിക്കൽ കൂടി വാക്കുകളിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും മറ്റേതെങ്കിലുമൊക്കെ പരിപാടിയിലൂടെ നമുക്ക് പരസ്പരം കാണാം. നന്ദി, നമസ്കാരം. ഓർമ്മയിലെന്നും